ഇന്ന് ലെസൺ 17. നിങ്ങൾക്കറിയാലോ, നമ്മളിവിടെ ടെക്സ്റ്റ് ബുക്ക് ഇംഗ്ലീഷ് അല്ല പഠിക്കുന്നത്. പകരം എങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ വളരെ നാച്ചുറലായി ഇംഗ്ലീഷിൽ സംസാരിക്കുക എന്നാണ് നമ്മളിവിടെ നോക്കുന്നത്. അതിന് നിങ്ങളെ സഹായിക്കുന്ന കുറച്ച് ഫ്രേസസ്, കുറച്ച് പാറ്റേൺസ് ഒക്കെയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നിങ്ങളിത് വെറുതെ അങ്ങ് കണ്ടു പോയാൽ പോരാട്ടോ. ഞാൻ ഓരോ സെന്റൻസും പറയുമ്പോൾ അത് നിങ്ങൾ തനിയെ ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കാൻ ശ്രമിക്കണേ. അപ്പൊ നമുക്ക് ആദ്യത്തെ പാറ്റേണിലേക്ക് കടക്കാം. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പോവാന്നിരിക്കട്ടെ. അപ്പൊ അതിന് മുൻപ് അവർ നിങ്ങളോട് അതിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം ചോദിക്കുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ പറയണം: എനിക്ക് ഈ ആപ്പ് വളരെ യൂസ്ഫുൾ ആയിട്ടാണ് തോന്നുന്നത് എന്ന്. അതെങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയാന്നാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ മലയാളത്തിൽ കണ്ടല്ലോ, എനിക്ക് തോന്നുന്നത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇതിവിടെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് നാച്ചുറൽ ആയിട്ട് ഇങ്ങനെയാണ്: ഐ ഫൈൻഡ് ദിസ് ആപ്പ് വെരി യൂസ്ഫുൾ. അവിടെ ഐ ഫൈൻഡ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഈ ഫൈൻഡ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം പെട്ടെന്ന് നോക്കുമ്പോൾ എന്താണ്? ഒരു കാര്യം കണ്ടെത്തുക എന്നൊക്കെയാണ് അല്ലെ? പക്ഷെ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ അതിനെപ്പറ്റി കരുതുന്നത് ഇതാണ് നമ്മൾ അതിനെ പറ്റിയിട്ട് നമ്മുടെ ഒരു വിലയിരുത്തൽ എന്ന അർത്ഥത്തിലാണ് ഈ ഫൈൻഡ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. അതായത് ഈ ആപ്പ് നിങ്ങൾ കുറച്ച് നാളായിട്ട് യൂസ് ചെയ്യുന്നുണ്ടല്ലോ, ഈ ഉപയോഗം കഴിഞ്ഞിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് കരുതുന്നത് ഇങ്ങനെയാണെന്ന്. അപ്പൊ അവിടെ നമ്മൾ ഈ മലയാളത്തിൽ എനിക്ക് തോന്നുന്നത് എന്ന് കണ്ടിട്ട് ഐ തിങ്ക് അല്ലെങ്കിൽ ഐ ഫീൽ എന്നൊക്കെ പറഞ്ഞാൽ ശരിയാവില്ല. ഈ ഒരു രീതി തന്നെ ഇവിടെ കൊണ്ടുവരണം. ഐ ഫൈൻഡ് എന്ന് പറഞ്ഞ് ഈ കാര്യങ്ങൾ പറയണം. അപ്പൊ പറഞ്ഞത് ഐ ഫൈൻഡ് ദിസ് ആപ്പ് വെരി യൂസ്ഫുൾ എന്ന്. പിന്നെ ഇപ്പോ പരീക്ഷ നടക്കുന്ന കാലമാണല്ലോ. അപ്പൊ നിങ്ങളുടെ എക്സാം കഴിഞ്ഞു, എന്നിട്ട് നിങ്ങൾക്ക് പറയണം എനിക്ക് പരീക്ഷ വളരെ ഈസി ആയിട്ട് തോന്നി എന്ന്. അപ്പൊ അവിടെ പറഞ്ഞത് തോന്നി, പാസ്റ്റ് ടെൻസ് അല്ലേ വന്നത്. അവിടെ എങ്ങനെ പറയും നമ്മള്? ഐ ഫൗണ്ട് ദി എക്സാം ക്വയറ്റ് ഈസി. അപ്പൊ ഇവിടെ വെരി ഈസി എന്ന് പറയുന്നതിന് പകരം ഞാൻ ക്വയറ്റ് ഈസി എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ ഇവിടെ തോന്നി എന്നുള്ളതിന് നമ്മൾ എന്താണ് ഇംഗ്ലീഷിൽ പറഞ്ഞതെന്ന് കണ്ടല്ലോ, പാസ്റ്റ് ടെൻസ് ഫൈൻഡിന്റെ. ഐ ഫൗണ്ട് ദി എക്സാം ക്വയറ്റ് ഈസി. ഇനി അടുത്ത സെന്റൻസ് നോക്കിയേ. നോ എന്ന് പറയാൻ അയാൾക്ക് ബുദ്ധിമുട്ടാണ്. അവിടെ എന്ത് പറയും? ഹി ഫൈൻഡ്സ് ഇറ്റ് ഹാർഡ് ടു സേ നോ. അതായത് ഇറ്റ്സ് ഹാർഡ് ഫോർ ഹിം ടു സേ നോ എന്നൊക്കെ പറയുന്നതിന് പകരം ഹി ഫൈൻഡ്സ് ഇറ്റ് ഹാർഡ് ടു സേ നോ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ ഇതാണ് അയാളുടെ അനുഭവം, ഇതുവരെയുള്ള അയാളുടെ ഒരു രീതി ഇതാണ്. അതാണ് നമ്മൾ പറയുന്നത് ഹി ഫൈൻഡ്സ് ഇറ്റ് ഹാർഡ് ടു സേ നോ. ഇനി ആരെങ്കിലും ഒരു തമാശ പറഞ്ഞു എന്നിരിക്കട്ടെ, പക്ഷെ നമുക്കത് അത്ര പിടിച്ചില്ല. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എന്തായിരിക്കും സാധാരണ മലയാളത്തിൽ പറയുന്നത്? എനിക്കത് അത്ര തമാശയായിട്ട് തോന്നിയില്ല എന്ന് പറയും അല്ലെ? അപ്പൊ അവിടെ പാസ്റ്റ് ടെൻസ് ആണ്, പക്ഷെ നെഗറ്റീവ് ആണ്, തോന്നിയില്ല എന്ന് പറയുന്നത്. നമ്മളിപ്പോ കണ്ട പാറ്റേൺ അനുസരിച്ച് ഉപയോഗിച്ച് എങ്ങനെയാണത് നമ്മൾ നാച്ചുറൽ ആയിട്ട് ഇംഗ്ലീഷിൽ പറയുക? ഐ ഡിഡ്ന്റ് ഫൈൻഡ് ദ ജോക്ക് ദാറ്റ് ഫണി എന്ന് പറയും. അതായത് അത്ര തമാശയായിട്ട് തോന്നിയില്ല എന്ന്. അതാണ് ദാറ്റ് ഫണി എന്ന് പറഞ്ഞത്. ഐ ഡിഡ്ന്റ് ഫൈൻഡ് ദ ജോക്ക് ദാറ്റ് ഫണി. അവിടെ വന്നത് കണ്ടോ? ഐ ഡിഡ്ന്റ് ഫൈൻഡ്. എനിക്കങ്ങനെ തോന്നിയില്ല എന്നുള്ളതിനാണ് ഡിഡ്ന്റ് ഫൈൻഡ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ഇതോ, അയാൾ പറഞ്ഞതില് എനിക്ക് ഒരു തെറ്റും തോന്നുന്നില്ല. അവിടെ നെഗറ്റീവ് ആണ്, പക്ഷെ പാസ്റ്റ് ടെൻസ് അല്ല. തോന്നിയില്ല എന്നല്ല, തോന്നുന്നില്ല. അവിടെ നമ്മൾ എന്ത് പറയും? ഐ ഡോണ്ട് ഫൈൻഡ് എനിത്തിങ് റോങ് വിത്ത് വാട്ട് ഹി സെഡ്. ഐ ഡോണ്ട് ഫൈൻഡ് എനിത്തിങ് റോങ്. അതിലൊരു തെറ്റും തോന്നുന്നില്ല എന്ന്. എന്തില്? അയാൾ പറഞ്ഞതില്. അതിനാണ് വിത്ത് വാട്ട് ഹി സെഡ് എന്ന് പറയുന്നത്. അപ്പൊ ഐ ഫൈൻഡ് അല്ലെങ്കിൽ ഐ ഡോണ്ട് ഫൈൻഡ്, ഐ ഡിഡ്ന്റ് ഫൈൻഡ് എന്നൊക്കെ പറഞ്ഞു വരുന്ന ആ ഒരു എക്സ്പ്രഷൻ നിങ്ങളിപ്പോ അത് ഉപയോഗിക്കാൻ പഠിച്ചല്ലോ. അപ്പൊ അതിന്റെ ഒരു ക്വസ്റ്റ്യൻ പുറകെ വരുന്നുണ്ട്. നമുക്ക് അടുത്ത പാറ്റേണിലേക്ക് പോവാം. ഇവിടെ നമ്മൾ കാണാൻ പോകുന്ന ഫ്രേസ് എന്ന് പറയുന്നത് ആസ് ലോങ് ആസ് ആണ്. ഇത് പെട്ടെന്ന് കേൾക്കുമ്പോൾ വളരെ എളുപ്പമാണല്ലോ എന്ന് തോന്നും. പക്ഷെ ഈ ഒരു ഫ്രേസിന് പല കളേഴ്സ് ഉണ്ട്. എന്ന് വെച്ചാൽ പല രീതിയിൽ നമ്മൾ ഈ ഒരു ഫ്രേസ് ഉപയോഗിക്കും. ഓക്കെ, ആദ്യം ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളൊരു അതിന്റെ ഒരു ഉപയോഗം ഞാൻ പറയാം. ഇപ്പൊ ഇവിടെ 2 ടേബിൾസ് കിടക്കുന്നുണ്ടെന്ന് ഇരിക്കട്ടെ. അപ്പൊ ഞാൻ പറയാണ് ഈ ടേബിളിന് ആ ടേബിളിന് അത്രയും തന്നെ നീളമുണ്ട് എന്ന് പറയണമെങ്കിൽ ദിസ് ടേബിൾ ഇസ് ആസ് ലോങ് ആസ് ദാറ്റ് എന്ന് പറയും. അപ്പൊ ഞാനിവിടെ എന്താ ചെയ്തേ? ഈ 2 ടേബിൾസിന്റെയും നീളം കമ്പയർ ചെയ്യാണ് ചെയ്തത്. അതിന് ഞാൻ പറഞ്ഞത് ആസ് ലോങ് ആസ് എന്നാണ്. അപ്പൊ അവിടെ നമ്മൾ ശരിക്കും ഒരു ലിറ്ററൽ മീനിങ് ആണ് പറയുന്നത്. ടേബിളിന്റെ ലെങ്തിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇതിൽ 2നും ഒരേ നീളമാണ്. അതിനാണ് നമ്മളിവിടെ ആസ് ലോങ് ആസ് എന്ന് പറഞ്ഞത്. അതുപോലെ വേറൊരു സെന്റൻസ് പറയാം. അവളുടെ മുടിക്ക് എന്റെ മുടിയുടെ അത്രയും തന്നെ നീളം ഉണ്ടെങ്കിൽ ഞാൻ എന്ത് പറയും? ഹെർ ഹെയർ ഇസ് ആസ് ലോങ് ആസ് മൈൻ. അവളുടെ മുടിക്ക് എന്റെ മുടിയുടെ അത്രയും തന്നെ നീളം ഉണ്ടെന്ന്. ഹെർ ഹെയർ ഇസ് ആസ് ലോങ് ആസ് മൈ ഹെയർ എന്ന് വീണ്ടും പറയാതിരിക്കാനാണ് ആസ് മൈൻ എന്ന് പറഞ്ഞത് കേട്ടോ. ആസ് ലോങ് ആസ് മൈൻ എന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നമ്മൾ ജസ്റ്റ് നീളം കമ്പയർ ചെയ്യാണ് ചെയ്തത് അല്ലെ? പക്ഷെ എപ്പോഴും ആസ് ലോങ് ആസ് എന്നുള്ളതിന് ഈ ഒരു അർത്ഥം മാത്രമല്ല ഉള്ളത്. അതിനുള്ള ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. മലയാളത്തില്
ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ വാക്കുകൾ ഓർമ്മിക്കും എന്ന് പറയാണേ. അപ്പൊ അവിടെ എന്താ നമ്മൾ ഉദ്ദേശിക്കുന്നത്? ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം. അവിടെ ഒന്നിന്റെയും നീളത്തെ കുറിച്ചല്ല പറയുന്നത്, ആ ഒരു കാലത്തിന്റെ ദൈർഘ്യം, ആ ഡ്യൂറേഷനെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. അവിടെ നമ്മൾ ആസ് ലോങ് ആസ് ഉപയോഗിക്കും. അതെന്ത് പറയും? ഐ റിമെമ്പർ യുവർ വേർഡ്സ് ആസ് ലോങ് ആസ് ഐ ലിവ്. ഐ റിമെമ്പർ യുവർ വേർഡ്സ്, നിങ്ങളുടെ വാക്കുകൾ ഞാൻ ഓർമ്മിക്കും. എത്ര കാലം? ആസ് ലോങ് ആസ് ഐ ലിവ്, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം. അപ്പൊ അങ്ങനെ ഒരു ഡ്യൂറേഷനെ കുറിച്ച് പറയാനാണ് ഇവിടെ നമ്മൾ ആസ് ലോങ് ആസ് ഉപയോഗിച്ചത്. അപ്പൊ ഈ ലോങ് എന്നുള്ള ഒരു വാക്ക് കണ്ട് നമ്മൾ അബദ്ധത്തിൽ പെടരുത്. ഇവിടെ ലെങ്തിനെ കുറിച്ചല്ല പറയുന്നത്, ഇവിടെ നമ്മൾ കാലത്തെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. അങ്ങനെയുള്ള 1-2 എക്സാമ്പിൾസ് കൂടെ നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾ പറയാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം ഇവിടെ താമസിക്കാം. അതിന്റെ അർത്ഥം എന്താണ്? ആ ആൾക്ക് എത്ര കാലം താമസിക്കണമെന്ന് ആഗ്രഹമുണ്ടോ അത്രയും കാലം താമസിക്കാമെന്ന്. അപ്പൊ അവിടെ നമ്മളൊരു ഡ്യൂറേഷനെ കുറിച്ചല്ലേ പറയുന്നത്. അപ്പൊ അവിടെ എന്ത് പറയും? യു ക്യാൻ സ്റ്റേ ഹിയർ ആസ് ലോങ് ആസ് യു ലൈക്ക്. യു ക്യാൻ സ്റ്റേ ഹിയർ ആസ് ലോങ് ആസ് യു ലൈക്ക്. അതാണ് അതിന്റെ കാര്യം, മനസ്സിലായോ? പക്ഷെ അടുത്ത സെന്റൻസ് നോക്കിയേ, മുറി വൃത്തിയായി സൂക്ഷിക്കുന്ന പക്ഷം നിങ്ങൾക്ക് ഇവിടെ താമസിക്കാം. മനസ്സിലായോ? ഇവിടെ ഞാനൊരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു വ്യവസ്ഥ പറഞ്ഞിരിക്കുകയാണ്. ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് താമസിക്കാമെന്ന്. അവിടെ നമ്മളൊരു ഇത്ര കാലം എന്നൊരു ഡ്യൂറേഷനെ കുറിച്ചേ പറയുന്നില്ല അല്ലെ. അവിടെയും നമ്മൾ ഈ ആസ് ലോങ് ആസ് തന്നെ ഉപയോഗിക്കും. അപ്പൊ ആസ് ലോങ് ആസ് ഉപയോഗിക്കുന്ന 2 രീതികൾ കണ്ടോ? ഒന്ന് സമയത്തെ കുറിച്ച് പറയാൻ, ഇത്ര കാലം എന്നുള്ള അർത്ഥത്തിൽ. മറ്റത് ഒരു കണ്ടീഷൻ പറഞ്ഞിട്ട് ഇങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ചെയ്തോളൂ എന്ന് പറയാനും ആസ് ലോങ് ആസ് തന്നെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഇവിടെ എങ്ങനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാ? യു ക്യാൻ സ്റ്റേ ഹിയർ ആസ് ലോങ് ആസ് യു കീപ് ദ പ്ലേസ് ക്ലീൻ. അതായത് ഈ സ്ഥലം വൃത്തിയാക്കി സൂക്ഷിക്കുന്ന പക്ഷം, അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇവിടെ താമസിക്കാമെന്ന്. അപ്പൊ ഇവിടെ കാലത്തെ കുറിച്ചല്ല പറയുന്നത്, എത്ര നാളെന്നുള്ളതല്ല പറയുന്നത്, ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാമെന്ന് ഒരു കണ്ടീഷനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ പ്രൊവൈഡഡ് ദാറ്റ് അല്ലെങ്കിൽ ഓൺ കണ്ടീഷൻ ദാറ്റ് എന്നൊക്കെ ഒരു അർത്ഥത്തിലാണ് ഇവിടെ നമ്മൾ ആസ് ലോങ് ആസ് ഉപയോഗിച്ചത്. അപ്പൊ ഈ 2 തരം കാര്യങ്ങൾ പറയേണ്ടി വരുമ്പോഴും ഇതേ ഫ്രേസ് തന്നെ നമ്മൾ ഉപയോഗിക്കും. ഇപ്പൊ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുട്ടികൾ ഒന്ന് പറയാണ് ഞാനും കൂടെ വന്നോട്ടെ എന്ന് ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പറഞ്ഞേക്കാം ക്വയറ്റ് ആയിട്ട് ഇരിക്കുമെന്നുണ്ടെങ്കിൽ, അതായത് മിണ്ടാതിരിക്കുമെന്നുണ്ടെങ്കിൽ നീയും കൂടെ പോന്നോ എന്ന് പറയാന്നിരിക്കട്ടെ. അപ്പൊ അവിടെ നമ്മൾ എന്ത് പറയും? യു ക്യാൻ കം അലോങ് ആസ് ലോങ് ആസ് യു ആർ ക്വയറ്റ്. ക്വയറ്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ, ശബ്ദം ഉണ്ടാക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ കൂടെ പോന്നോളൂ എന്ന്. മനസ്സിലായോ? യു ക്യാൻ കം അലോങ് ആസ് ലോങ് ആസ് യു ആർ ക്വയറ്റ്. അപ്പൊ ഇവിടെ ആസ് ലോങ് ആസ് എന്ന് വെച്ചാൽ മിണ്ടാതിരിക്കുന്നിടത്തോളം കാലം എന്നല്ല, മിണ്ടാതിരിക്കുകയാണെങ്കിൽ, മിണ്ടാതിരിക്കുന്ന പക്ഷം എന്നാണ് അർത്ഥം. ഇനി ഇത് നിങ്ങൾ തന്നെയൊന്ന് പറഞ്ഞു നോക്കി. നീ സൂക്ഷിക്കുമെന്നുണ്ടെങ്കിൽ നിനക്ക് എന്റെ ഫോൺ യൂസ് ചെയ്യാം, തരാം ഞാൻ. അപ്പൊ എന്ത് പറയും? യു ക്യാൻ യൂസ് മൈ ഫോൺ ആസ് ലോങ് ആസ് യു ആർ കെയർഫുൾ. കെയർഫുൾ ആകും എന്നുണ്ടെങ്കിൽ, കെയർഫുൾ ആകുന്ന പക്ഷം എന്റെ ഫോൺ ഉപയോഗിക്കാം. അതാണ് കണ്ടീഷൻ. മനസ്സിലായോ? അവിടെയാണ് നമ്മൾ ആസ് ലോങ് ആസ് ഉപയോഗിച്ചത്. പിന്നെ ചിലപ്പോ ഈ ആസ് ലോങ് ആസ് എന്നുള്ളതിന് പകരം നമ്മൾ സോ ലോങ് ആസ് എന്നും പറയാറുണ്ട് കേട്ടോ. രണ്ടിനും ഒരേ അർത്ഥമാണ്. ഇപ്പൊ ഈ സെന്റൻസ് നോക്കൂ, ആസ് ലോങ് ആസ് യു ആർ കെയർഫുൾ ഇറ്റ്സ് ഫൈൻ. അതായത് ഇപ്പൊ നമ്മുടെ വണ്ടി എടുത്തോട്ടെ എന്ന് ആരെങ്കിലും ചോദിക്കാന്നിരിക്കട്ടെ, അപ്പൊ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ പറയും, എന്റെ വണ്ടി നന്നായിട്ട് ഉപയോഗിക്കും, സൂക്ഷിച്ച് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഓക്കെ എടുത്തോളൂ, ആസ് ലോങ് ആസ് യു ആർ കെയർഫുൾ ഇറ്റ്സ് ഫൈൻ എന്ന് പറയാണ്. പക്ഷെ ഇവിടെ നമുക്ക് സോ ലോങ് ആസും പറയാം. സോ ലോങ് ആസ് യു ആർ കെയർഫുൾ ഇറ്റ്സ് ഫൈൻ. അപ്പോൾ ആസ് ലോങ് ആസിന് പകരമാണ് നമ്മളിവിടെ സോ ലോങ് ആസ് ഉപയോഗിച്ചത്. ഇനി അടുത്ത ഫ്രേസ് ഇവിടെ നമ്മൾ കാണാൻ പോകുന്നത് ആസ് സൂൺ ആസ് ആണ്. ഇതൊരു പക്ഷെ നിങ്ങൾക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് കിട്ടുന്ന ഒരു ഫ്രേസ് ആയിരിക്കും അല്ലെ. അപ്പൊ 1-2 സെന്റൻസസ് നമുക്ക് പറഞ്ഞു നോക്കാം. നീ എത്തിയാലുടൻ എന്നെ വിളിക്കൂ. അതായത് അവിടെ എത്തിക്കഴിഞ്ഞതും എന്നെ വിളിക്കൂ എന്നാണ് പറയുന്നത്. അവിടെ എന്താ പറയേണ്ടത്? കോൾ മീ ആസ് സൂൺ ആസ് യു അറൈവ്. ആസ് സൂൺ ആസ്, കോൾ മീ ആസ് സൂൺ ആസ് യു അറൈവ്. ചിലപ്പോൾ നമ്മൾ പറയില്ലേ, എന്തെങ്കിലും ഒരു അറിവ് കിട്ടിയാൽ ഉടൻ ഞാൻ നിങ്ങളെ അറിയിക്കാം. അതായത് എന്തിനെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടിയാൽ ഉടനെ നമ്മൾ അയാളെ അതിനെക്കുറിച്ച് അറിയിക്കാം എന്നല്ലേ പറയുന്നത്. അവിടെ നമ്മൾ എന്ത് പറയും? ഐ ലെറ്റ് യു നോ ആസ് സൂൺ ആസ് ഐ ഹിയർ എനിത്തിങ്. ഐ ലെറ്റ് യു നോ, നിങ്ങൾ അറിയിക്കാം എന്ന്. ഐ ഇൻഫോം യു എന്ന് പറയുന്നത് നമ്മൾ കുറച്ചുകൂടെ കാഷ്വൽ ആയിട്ട് ഇവിടെ പറയാണ്. ഐ ലെറ്റ് യു നോ as soon as I hear anything. ഇവിടെ I hear anything എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും കേട്ടാൽ എന്നൊരു അർത്ഥത്തിലല്ല, എന്തെങ്കിലും വിവരം നമ്മൾക്ക് കിട്ടിയാൽ എന്നൊരു മീനിങ് കിട്ടാനാണ് അങ്ങനെ പറഞ്ഞത് കേട്ടോ. മഴ നിന്നാൽ ഉടൻ നമുക്ക് പോകാം, നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. അതെങ്ങനെ പറയും? ലെറ്റ്സ് ലീവ് as soon as the rain stops. ലെറ്റ്സ് ലീവ്, അതായത് ലെറ്റ് us leave as soon as the rain stops. ഇനി നമ്മൾ കാണാൻ പോകുന്ന അടുത്ത ഫ്രേസ് as far as ആണ്.
ഈ ഫാർ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? ദൂരെയുള്ള എന്തോ, അല്ലെ? ദൂരെ എന്നൊരർത്ഥത്തിലാണ് ഫാർ എന്ന് പറയുന്നത്. പക്ഷെ ഇവിടെ അതുമായിട്ട് ഒരു ബന്ധവും ഇല്ലാട്ടോ ഈ ഒരു ഫ്രേസിന്. അത് വരുന്ന കുറച്ച് സെന്റൻസസ് ഞാൻ പറയാം, നിങ്ങൾക്ക് അപ്പൊ മനസ്സിലാവും. നിങ്ങൾ പറയാണ്, എനിക്കറിയാവുന്നിടത്തോളം ഇത് ഫ്രീ ആണ്. എന്തെങ്കിലും ഒരു കാര്യം ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണ്, ഇതിന് നമ്മൾ പേ ചെയ്യണോ എന്ന്. അപ്പോഴാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്. അവിടെ എന്ത് പറയും? എനിക്കറിയാവുന്നിടത്തോളം എന്ന് പറയുന്നിടത്ത് നമ്മൾ നമ്മുടെ ഒരു അഭിപ്രായം പറയാണ്, അല്ലെ? നമ്മുടെ ഒരു ഒപ്പീനിയൻ പറയാനാണ് ഈ ഒരു എക്സ്പ്രഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. അവിടെ എന്ത് പറയും? ആസ് ഫാർ ആസ് ഐ നോ ഇറ്റ്സ് ഫ്രീ. എങ്ങനെയാ പറഞ്ഞത്? ആസ് ഫാർ ആസ് ഐ നോ ഇറ്റ്സ് ഫ്രീ. എനിക്കറിയാവുന്നിടത്തോളം ഇത് ഫ്രീ ആണ് എന്ന്. ഇനി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഓർത്തു നോക്കൂ. നിങ്ങളുടെ ഒരു ഫ്രണ്ട് വേറെ ആരെയോ കുറിച്ച് നിങ്ങളോട് ചോദിക്കുകയാണ്, അവര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന്. അപ്പൊ അവിടെ നിങ്ങൾക്ക് പറയേണ്ടത്, നിങ്ങൾക്കറിയാവുന്നിടത്തോളം അവര് തമ്മിൽ പ്രശ്നങ്ങളൊന്നുമില്ല, അവര് വളരെ ഹാപ്പി ആണെന്നാണ്. അപ്പൊ നിങ്ങൾക്കറിയാവുന്നിടത്തോളം എന്നുള്ളതിന് പകരം ചിലപ്പോൾ നമ്മള് ഞാൻ കണ്ടെടുത്തോളം, എനിക്കറിയാവുന്നിടത്തോളം എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അവിടെ നമുക്ക് പറയാവുന്നത് ആസ് ഫാർ ആസ് ഐ ക്യാൻ സീ ദേ ആർ ഹാപ്പി എന്നാണ്. അപ്പൊ ഇവിടെ ആസ് ഫാർ ആസ് ഐ ക്യാൻ ടെൽ എന്നും പറയാം. ആസ് ഫാർ ആസ് ഐ ക്യാൻ ടെൽ ദേ ആർ ഹാപ്പി. പിന്നെ ഇവിടെ ഒരു കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് പല ക്ലാസ്സസിലും, ഈ ടെൽ കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് കൊണ്ടുവരണം, അല്ലെ? ടെൽ ഹർ, ടെൽ മീ, ടെൽ ഹിം എന്നൊക്കെ പറയണം എന്ന് പറഞ്ഞിട്ടില്ലേ? പക്ഷെ ഇവിടെ ഞാൻ അങ്ങനെ പറയുന്നില്ല. കാരണം എന്താണ്? കാരണം ഇവിടെ ടെൽ എന്ന് പറയുന്നത് പറയുക എന്നൊരു അർത്ഥത്തിലല്ല, നിങ്ങൾക്ക് അറിയാവുന്നത് വെച്ചിട്ട്, ഇതാണ് നിങ്ങൾ അതിനെ കുറിച്ച് കരുതുന്നത്, ആ ഒരു അർത്ഥത്തിലാണല്ലോ പറയുന്നത്. അപ്പൊ ശരിക്കും ലിറ്ററലി ടെൽ, പറയുക എന്നൊരു മീനിങ് അല്ല ഇവിടെ വരുന്നത് കേട്ടോ. അതുകൊണ്ടാണ് വെറുതെ ടെൽ എന്ന് പറഞ്ഞ ആ ഒരു ക്ലോസ് നമ്മളോട് നിർത്തുന്നത്. പറയുന്നത് ആസ് ഫാർ ആസ് ഐ ക്യാൻ സീ ദേ ആർ ഹാപ്പി. ഇനി നിങ്ങൾക്ക് ഇങ്ങനെ പറയണമെന്നിരിക്കട്ടെ, അയാള് ബില്ല് പേ ചെയ്തു എന്നാണ് ഞാൻ ഓർക്കുന്നത്, എന്റെ ഓർമ്മ അങ്ങനെയാണ് എന്ന് പറയണമെന്നിരിക്കട്ടെ. അവിടെയും നിങ്ങൾക്ക് ഈ ആസ് ഫാർ ആസ് എന്നുള്ളത് കൊണ്ടുവരാം. എന്ത് പറയുമെന്ന് അറിയാമോ? ആസ് ഫാർ ആസ് ഐ റിമെമ്പർ ഹി പെയ്ഡ് ദ ബിൽ. മുൻപ് നമ്മൾ പറഞ്ഞു ആസ് ഫാർ ആസ് ഐ നോ, അല്ലെങ്കിൽ ആസ് ഫാർ ആസ് ഐ ക്യാൻ ടെൽ. ഇവിടെ ആസ് ഫാർ ആസ് ഐ റിമെമ്പർ ഹി പെയ്ഡ് ദ ബിൽ. ഒരു പക്ഷേ ഈ ആസ് ഫാർ ആസ് വരുന്ന ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു എക്സ്പ്രഷൻ ആസ് ഫാർ ആസ് ഐ എം കൺസേൺഡ് എന്ന് പറയുന്നതായിരിക്കും, അല്ലെ? അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുന്നത്. അത് വരുന്ന ഒരു സെന്റൻസ് നമുക്ക് നോക്കാം. എന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അടഞ്ഞ അധ്യായമാണ്. അതെങ്ങനെ പറയും? ആസ് ഫാർ ആസ് ഐ എം കൺസേൺഡ് ദ ചാപ്റ്റർ ഇസ് ക്ലോസ്ഡ്. ആ അധ്യായം അടഞ്ഞു കഴിഞ്ഞു എന്ന്. ഓക്കെ, ആസ് ഫാർ ആസ് ഐ എം കൺസേൺഡ് ദ ചാപ്റ്റർ ഇസ് ക്ലോസ്ഡ്. ഇനി അടുത്ത ഫ്രേസ് ആസ് മച്ച് ആസ്. ഇത് വരുന്ന കുറച്ച് സെന്റൻസസ് നമുക്ക് ഇനി നോക്കാം. ആദ്യത്തേത് നോക്കൂ. നിങ്ങൾക്ക് വേണ്ടത്ര കഴിക്കൂ. അപ്പൊ എത്ര വേണമോ അത്രയും കഴിക്കൂ എന്നല്ലേ ഉദ്ദേശിക്കുന്നത്. അവിടെ നമ്മൾ പറയുന്നത് ഈറ്റ് ആസ് മച്ച് ആസ് യു വാണ്ട്. ഈറ്റ് ആസ് മച്ച് ആസ് യു വാണ്ട്. മനസ്സിലായോ? ആസ് മച്ച് ആസ് യു വാണ്ട്. നിങ്ങൾക്ക് വേണ്ടത്ര കഴിക്കൂ. ആളുകൾ മറ്റുള്ളവരെ ഉപദേശിക്കുന്നത് കേട്ടിട്ടില്ലേ? നിങ്ങൾക്ക് താങ്ങാൻ കഴിയുന്നത്ര മാത്രം ചെലവഴിക്കുക. ഇവിടെ എന്ത് പറയും? സ്പെൻഡ് ഓൺലി ആസ് മച്ച് ആസ് യു ക്യാൻ എഫോർഡ്. നിങ്ങൾക്ക് എഫോർഡ് ചെയ്യാൻ പറ്റുന്നത് മാത്രം ചെലവാക്കാൻ. സ്പെൻഡ് ഓൺലി ആസ് മച്ച് ആസ് യു ക്യാൻ എഫോർഡ്. അപ്പൊ ഇതോ നിങ്ങൾ തന്നെ പറയണേ. നിങ്ങൾക്ക് പറ്റുന്നത്ര സേവ് ചെയ്യൂ, മിച്ചം പിടിക്കൂ. എന്ത് പറയും? സേവ് ആസ് മച്ച് ആസ് യു ക്യാൻ. സേവ് ആസ് മച്ച് ആസ് യു ക്യാൻ. ഇനി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. അയാൾ ചെയ്യുന്നത്ര ജോലി അവളും ചെയ്യുന്നു. എങ്ങനെ പറയും? ഷീ വർക്ക്സ് ആസ് മച്ച് ആസ് ഹീ ഡസ്. അതായത് അയാൾ ജോലി ചെയ്യുന്നുണ്ടല്ലോ അത്രയും തന്നെ അവള് ജോലി ചെയ്യുന്നുണ്ടെന്ന്. അപ്പൊ അതുകൊണ്ടാണ് രണ്ടിടത്തും വർക്ക് എന്നുള്ളത് റിപ്പീറ്റ് ചെയ്യാതിരുന്നത്. ഷീ വർക്ക്സ് ആസ് മച്ച് ആസ് ഹീ ഡസ്. വീണ്ടും ഹീ വർക്ക്സ് എന്ന് പറയാതിരിക്കാൻ ഹീ ഡസ് എന്ന് മാത്രം പറഞ്ഞാണേ. പിന്നെ ഈ ആസ് മച്ച് ആസ് ഉപയോഗിക്കേണ്ടി വരുന്ന വേറൊരു സിറ്റുവേഷൻ ഞാൻ പറയാം. ചിലപ്പോൾ നമ്മൾ പറയാറില്ലേ, എനിക്കിത് പറയാൻ അത്ര ഇഷ്ടമുണ്ടായിട്ടല്ല, പക്ഷെ ഈ പ്ലാൻ നടക്കാൻ പോകുന്നില്ല. അങ്ങനെ നമുക്ക് പറയണമെന്നിരിക്കട്ടെ. അവിടെ എന്ത് പറയുന്നറിയാമോ? ആസ് മച്ച് ആസ് ഐ ഹേറ്റ് ടു സേ ഇറ്റ്, ദിസ് പ്ലാൻ വോണ്ട് വർക്ക്. ആസ് മച്ച് ആസ് ഐ ഹേറ്റ് ടു സേ ഇറ്റ്. ഇത് പറയാൻ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടെന്നുള്ളതാണ് നമ്മളോട് പറയുന്നത്. എനിക്കത് പറയാൻ തീരെ ഇഷ്ടമില്ല, പക്ഷെ പറയാതെ പറ്റുന്നില്ല. എന്ത്? ഈ പ്ലാൻ നടക്കാൻ പോകുന്നില്ല എന്ന്. അവിടെയാണ് നമ്മൾ ഇങ്ങനെ ഒരു കാര്യം കൊണ്ടുവരുന്നത്. ആസ് മച്ച് ആസ് ഐ ഹേറ്റ് ടു സേ ഇറ്റ്, ദിസ് പ്ലാൻ വോണ്ട് വർക്ക്. വേറൊരു സെന്റൻസ് ഞാൻ പറയാം. ഇപ്പൊ നമുക്ക് പറയണം, എനിക്കത് തുറന്നങ്ങനെ പറയാൻ ഇഷ്ടമില്ല, പക്ഷെ അയാൾ പറഞ്ഞതാണ് ശരി. അതാണ് പറയേണ്ടത്. എന്ത് പറയും? ആസ് മച്ച് ആസ് ഐ ഹേറ്റ് ടു സേ ഇറ്റ്, ഹി ഈസ് റൈറ്റ്. അതങ്ങനെ തുറന്ന് പറയാൻ നമുക്ക് അത്ര താല്പര്യം ഇല്ല,
പക്ഷെ പറയാതിരിക്കാൻ പറ്റുന്നുമില്ല. അയാൾ പറഞ്ഞത് ശരിയാണെന്നുള്ളതാണ് ഇവിടുത്തെ കാര്യം. ആസ് മച്ച് ആസ് ഐ ഹേറ്റ് ടു സേ ഇറ്റ്, ഹി ഈസ് റൈറ്റ്. വേറൊരെണ്ണം, ഇത് നിങ്ങൾ തന്നെ പറഞ്ഞു നോക്കണം. സഹായിക്കണമെന്ന് എനിക്ക് എത്ര ആഗ്രഹമുണ്ടെങ്കിലും എനിക്കത് കഴിയില്ല. അതായത് ഈ ഒരു കാര്യം ചെയ്യണം എന്ന് നമുക്ക് വലിയ ആഗ്രഹമുണ്ട്, പക്ഷേ എത്ര തന്നെ ആഗ്രഹമുണ്ടെങ്കിലും നമ്മളെ കൊണ്ടത് പറ്റില്ല എന്നാ പറയുന്നത്. അപ്പൊ അവിടെ എന്ത് പറയും? ആസ് മച്ച് ആസ് ഐ വുഡ് ലൈക്ക് ടു ഹെൽപ്പ്, ഐ കാണ്ട്. ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, ഐ വുഡ് ലൈക്ക് ടു ഹെൽപ്പ്. എത്ര തന്നെ അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിലും അത് ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, ആസ് മച്ച് ആസ് ഐ വുഡ് ലൈക്ക് ടു ഹെൽപ്പ്, ഐ കാണ്ട്. പിന്നെ നമ്മൾ മുൻപൊരു സെന്റൻസ് കണ്ടില്ലേ, നിങ്ങളെ കൊണ്ട് സാധിക്കുന്നത്ര സേവ് ചെയ്യൂ എന്ന് പറഞ്ഞില്ലേ? അതെങ്ങനെയാ പറഞ്ഞേ? സേവ് ആസ് മച്ച് ആസ് യു ക്യാൻ എന്ന് പറഞ്ഞു അല്ലേ? അവിടെ ശരിക്കും ഉദ്ദേശിക്കുന്നത് എന്താണ്? ഏകദേശം സേവ് ആസ് മച്ച് ആസ് പോസിബിൾ, സാധ്യമായത്ര, കഴിയുന്നത്ര എന്നൊരു അർത്ഥത്തിലാണ് ഈ പറയുന്നത്. സേവ് ആസ് മച്ച് ആസ് പോസിബിൾ എന്ന് പറഞ്ഞു. ഇതേ പാറ്റേണിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാൻ പറ്റും. ഇപ്പൊ ഞാൻ പറയാണ്, നിങ്ങളെ കൊണ്ട് സാധിക്കുന്നത്ര വേഗത്തിൽ ഓടൂ. എന്ത് പറയും? റൺ ആസ് ഫാസ്റ്റ് ആസ് യു ക്യാൻ. റൺ ആസ് ഫാസ്റ്റ് ആസ് യു ക്യാൻ. നിങ്ങളെ കൊണ്ട് സാധ്യമായത്ര വേഗത്തിൽ ഓടാൻ. വേറൊരെണ്ണം, നിങ്ങളെ കൊണ്ട് കഴിയുന്നത്ര നേരത്തെ അത് തീർക്കൂ. നിങ്ങളെ കൊണ്ട് സാധിക്കുന്നത്ര ഏർലി ആയിട്ട് അത് തീർക്കൂ എന്ന്. അപ്പൊ എന്ത് പറയും? ഫിനിഷ് ഇറ്റ് ആസ് ഏർലി ആസ് യു ക്യാൻ. കണ്ടോ, സെയിം പാറ്റേൺ ആണ്. ആദ്യം പറഞ്ഞു റൺ ആസ് ഫാസ്റ്റ് ആസ് യു ക്യാൻ, ഇവിടെ ഫിനിഷ് ഇറ്റ് ആസ് ഏർലി ആസ് യു ക്യാൻ. അപ്പൊ ഇവിടെ ഈ ഫാസ്റ്റ് അതുപോലെ ഏർലി എന്നൊക്കെ പറഞ്ഞത് ആഡ്വേർബ്സ് ആയിട്ടാണ് വന്നത്. ഫിനിഷ് ഇറ്റ് ഏർലി, റൺ ഫാസ്റ്റ് എന്ന് പറയുന്നിടത്ത് ആ ഫാസ്റ്റും ഏർലിയും ആഡ്വേർബ്സ് ആണ്. പക്ഷെ ചിലപ്പോൾ ഇതുപോലെ ആഡ്ജക്റ്റീവ്സും വരാം. ചിലപ്പോൾ നമ്മൾ പറയില്ലേ, നിങ്ങളെ കൊണ്ട് പറ്റുന്നത്ര സിമ്പിൾ ആയിട്ട് അത് ചെയ്യൂ എന്നൊക്കെ പറയില്ലേ? ഇവിടെ എന്ത് പറയും? മേക്ക് ഇറ്റ് ആസ് സിമ്പിൾ ആസ് യു ക്യാൻ. മേക്ക് ഇറ്റ് ആസ് സിമ്പിൾ ആസ് യു ക്യാൻ. ഇവിടെ സിമ്പിൾ എന്ന് പറയുന്നത് ആഡ്ജക്റ്റീവ് ആണ്. വേറൊരെണ്ണം, കീപ് ഇറ്റ് ആസ് ഷോർട്ട് ആസ് യു ക്യാൻ. ഇപ്പൊ ഒരാള് ഒരു പ്രസംഗം നടത്താൻ പോകുമ്പോൾ അയാളോട് മറ്റുള്ളവർ പറഞ്ഞേക്കാം കഴിയുന്നത്ര ഷോർട്ട് ആയിട്ട് ചെയ്യണേന്ന്. കീപ് ഇറ്റ് ആസ് ഷോർട്ട് ആസ് യു ക്യാൻ. അപ്പൊ ഇവിടെ ഈ രണ്ട് വാക്കുകൾ കണ്ടല്ലോ, സിമ്പിൾ, ഷോർട്ട്, ഇത് രണ്ടും ആഡ്ജക്റ്റീവ്സ് ആണ്. അപ്പൊ മുൻപ് നമ്മൾ കണ്ട ഒരു സെന്റൻസ് ആണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര എടുത്തോളൂ എന്ന് പറയണമെങ്കിൽ ടേക്ക് ആസ് മച്ച് ആസ് യു നീഡ് എന്ന് പറയും. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് കാര്യത്തെക്കുറിച്ചാണ് പറയുന്നതെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ടോ? എണ്ണാൻ പറ്റാത്ത എന്തോ കാര്യമായിരിക്കും. ഫോർ എക്സാമ്പിൾ, പണം. നിങ്ങൾക്ക് വേണ്ടത്ര പണം, ആവശ്യമുള്ളത്ര പണം എടുത്തോളൂ എന്ന് പറയാൻ ടേക്ക് ആസ് മച്ച് ആസ് യു നീഡ് എന്ന് പറയും. മനസ്സിലായോ? അല്ലെങ്കിൽ വെള്ളം, ടേക്ക് ആസ് മച്ച് ആസ് യു നീഡ്. അവിടെ വെള്ളം എന്ന് പറയുന്നത് കൗണ്ടബിൾ അല്ല, അവിടെയാണ് ഈ മച്ച് നമ്മൾ ഉപയോഗിക്കുന്നത്. പക്ഷെ എണ്ണാൻ പറ്റുന്ന സാധനങ്ങളെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അവിടെ ഈ ഫ്രേസിൽ ഒരു ചെറിയ വ്യത്യാസം വരും. മച്ച് എന്നുള്ളത് മാറി മെനി എന്ന് വരും. അപ്പൊ നിങ്ങൾക്ക് വേണ്ടത്ര പുസ്തകങ്ങൾ എടുത്തോളൂ എന്നാണെങ്കിൽ ടേക്ക് ആസ് മെനി ആസ് യു നീഡ് എന്ന് പറയും. അത്രയുള്ള വ്യത്യാസം. അപ്പൊ നമ്മളോട് പറയുന്നത് എന്തിനെ കുറിച്ചാണോ അത് കൗണ്ടബിൾ ആണെങ്കിൽ മെനി എന്നും കൗണ്ടബിൾ അല്ലെങ്കിൽ മച്ച് എന്നും വരണം. അപ്പൊ ഇതെങ്ങനെ പറയും? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര പേരെ ക്ഷണിക്കൂ. ഇൻവൈറ്റ് ആസ് മെനി ആസ് യു ലൈക്ക്. ആസ് മെനി ആസ് യു ലൈക്ക്. വേണ്ടത്ര പേരെ, ഇഷ്ടമുള്ളത്ര പേരെ ക്ഷണിച്ചോളാൻ. ഇൻവൈറ്റ് ആസ് മെനി ആസ് യു ലൈക്ക്. അപ്പൊ ഇവിടെ നമ്മൾ ആളുകളെ കുറിച്ചല്ലേ പറയുന്നേ? പീപ്പിൾ ആണ്. അവിടെ എണ്ണാം, അതുകൊണ്ടാണ് ആസ് മെനി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇനി അടുത്ത ഫ്രേസ് കാണാം. ആസ് ഗുഡ് ആസ് ആണ് അടുത്ത ഫ്രേസ്. ഇതും നമുക്ക് രണ്ട് അർത്ഥത്തിൽ, രണ്ട് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും. ഒന്ന് ജസ്റ്റ് ഇങ്ങനെ കമ്പയർ ചെയ്യാൻ. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ രണ്ടുപേരുടെ ഹാൻഡ് റൈറ്റിംഗ് തമ്മിൽ കമ്പയർ ചെയ്യാന്നിരിക്കട്ടെ. അവളുടെ കൈയക്ഷരം നിന്റേത് പോലെ തന്നെ നല്ലതാണ്. എന്റെ അർത്ഥം എന്താണ്? അവളുടെ നല്ലതാണ്, നിന്റെയും നല്ലതാണെന്ന്. രണ്ടും ഒരേപോലെ നല്ലതാണെന്നല്ലേ പറയുന്നേ? അവിടെ നമുക്ക് ഈ ആസ് ഗുഡ് ആസ് കൊണ്ടുവന്ന് അവിടെ ലിറ്ററൽ മീനിങ്ങിലാണ് നമ്മൾ പറയുന്നത്. അവിടെ എന്ത് പറയും? ഹെർ ഹാൻഡ് റൈറ്റിംഗ് ഇസ് ആസ് ഗുഡ് ആസ് യോസ്. അവിടെ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ഹെർ ഹാൻഡ് റൈറ്റിംഗ് ഇസ് ആസ് ഗുഡ് ആസ് യോർ ഹാൻഡ് റൈറ്റിംഗ് എന്ന് വീണ്ടും പറയാതിരിക്കാനാണ് അവസാനം ജസ്റ്റ് യോസ് എന്ന് മാത്രം പറഞ്ഞത്. ഹെർ ഹാൻഡ് റൈറ്റിംഗ് ഇസ് ആസ് ഗുഡ് ആസ് യോസ്. അവളുടെ കൈയക്ഷരം നിന്റേത് പോലെ തന്നെ നല്ലതാണെന്ന്. അവിടെ ആസ് ഗുഡ് ആസ് ജസ്റ്റ് കമ്പയർ ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ഫ്രേസ് ആണ്. പക്ഷെ എപ്പോഴും ആ അർത്ഥത്തിലല്ല ആസ് ഗുഡ് ആസ് വരുന്നത്. അതിനുള്ളൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഈ കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാവരും ക്രിക്കറ്റ് കണ്ടു അല്ലെ? T20 ഫൈനൽ കണ്ടു. അവസാനത്തെ കുറച്ച് ഓവേഴ്സ് ആയപ്പോൾ നമുക്ക് മനസ്സിലായി കളി കഴിഞ്ഞതുപോലെയാണ്, ഇന്ത്യ ജയിച്ചതുപോലെയാണ്. മനസ്സിലായി നമുക്ക് അല്ലെ? ഇന്ത്യ എന്തായാലും ജയിക്കും നമുക്ക് ഉറപ്പായി. അപ്പൊ അവിടെ നമ്മൾ എന്ത് പറയുന്ന അറിയാമോ? കളി ഏതാണ്ട് ജയിച്ചതുപോലെയാണ് എന്ന് വെച്ചാൽ എന്താണ്? കളി കഴിഞ്ഞിട്ടില്ല, ഇന്ത്യ ഇനിയും ജയിച്ചിട്ടില്ല, പക്ഷെ ഏതാണ്ട് അത് നമുക്ക് ഉറപ്പാണ്. ഇപ്പൊ പ്രാക്ടിക്കലി അങ്ങനെ കഴിഞ്ഞതുപോലെയാണ്, ഓൾമോസ്റ്റ് അതുപോലെയാണ്. ആ ഒരു അർത്ഥം കിട്ടാനാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. ഇവിടെ നമുക്ക് ആസ് ഗുഡ് ആസ് കൊണ്ടുവരാം. ദ മാച്ച് ഇസ് ആസ് ഗുഡ് ആസ് വൺ എന്ന് പറയാം.
കളി ഏതാണ്ട് ജയിച്ചതുപോലെയാണെന്ന്. അപ്പൊ മനസ്സിലായല്ലോ, അവിടെ തീർത്തും കഴിഞ്ഞിട്ടില്ല, പക്ഷെ പ്രാക്ടിക്കലി ഏതാണ്ട് കഴിഞ്ഞതുപോലെയാണ്. കാരണം ഇനി അതിൽ റിസൾട്ടിന് മാറാനൊന്നും പോകുന്നില്ല, നമ്മൾ തന്നെ ജയിക്കും. ദ മാച്ച് ഇസ് ആസ് ഗുഡ് ആസ് വൺ. ഇത് നോക്കൂ, പ്രശ്നം ഏതാണ്ട് പരിഹരിക്കപ്പെട്ടതുപോലെയാണ്. അതായത് തീർത്തും അങ്ങത് സോൾവ്ഡ് ആയിട്ടില്ല, പക്ഷെ ഏതാണ്ട് അതുപോലെയാണ്, പ്രാക്ടിക്കലി പരിഹരിക്കപ്പെട്ടതുപോലെയാണ്. ഇവിടെ എന്ത് പറയും? ദ പ്രോബ്ലം ഇസ് ആസ് ഗുഡ് ആസ് സോൾവ്ഡ്. മനസ്സിലായോ എങ്ങനെയാണ് ആ ഒരു പാറ്റേൺ വരുന്നതെന്ന്? മനസ്സിലായോ? ദ പ്രോബ്ലം ഇസ് ആസ് ഗുഡ് ആസ് സോൾവ്ഡ്. ഇനി ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഓർത്തു നോക്കി, നിങ്ങൾ എന്തെങ്കിലും ഒരു ബിസിനസിന് വേണ്ടിയിട്ട് കുറച്ച് പണം ഇറക്കി, പക്ഷെ ആ കാശ് പോയതുപോലെയാണ്, അത് പോക്കാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ എന്ത് പറയും നമ്മള്? ദ മണി ഇസ് ആസ് ഗുഡ് ആസ് ഗോൺ. ആ കാശ് അത് ഏതാണ്ട് പോയതുപോലെയാണ്. തീർത്തും അത് കഴിഞ്ഞു പോയി എന്നല്ല, പക്ഷെ നമുക്കറിയാം ഇനി അത് തിരിച്ചു കിട്ടാൻ പോകുന്നില്ല എന്ന്. ദ മണി ഇസ് ആസ് ഗുഡ് ആസ് ഗോൺ. ഇന്നത്തെ ക്ലാസ്സിലെ അവസാനത്തെ ഫ്രേസ് ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്, ആസ് വെൽ ആസ്. ഈ ഫ്രേസും നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കാം. ഒന്ന് ജസ്റ്റ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്, മറ്റത് വേറൊരു രീതിയിലുമാണ്. അത് നമുക്ക് പിന്നെ നോക്കാം. ആദ്യം എങ്ങനെയാണ് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഫ്രേസ് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ ഒന്ന് രണ്ട് എക്സാമ്പിൾസ് വെച്ചിട്ട് പറയാം. ഇപ്പൊ എനിക്ക് പറയണം, അവള് അവളുടെ അച്ഛനെ പോലെ തന്നെ നന്നായി ഡ്രൈവ് ചെയ്യുന്നുണ്ട് എന്ന്. അപ്പൊ ഇവിടെ നമ്മൾ എന്താ കമ്പയർ ചെയ്യുന്നത്? രണ്ടാളുകളെ അല്ല, രണ്ട് വസ്തുക്കളെ അല്ല, നമ്മൾ കമ്പയർ ചെയ്യുന്നത് രണ്ട് പ്രവൃത്തികളെയാണ്, അല്ലെ? രണ്ട് പേര് ചെയ്യുന്ന പ്രവൃത്തികളെയാണ് കമ്പയർ ചെയ്യുന്നത്. വണ്ടി ഓടിക്കുക എന്ന് പറയുന്ന കാര്യമാണ് കമ്പയർ ചെയ്യുന്നത്. ഇവിടെ എങ്ങനെയാ പറയുന്നതെന്ന് അറിയാമോ? ഷീ ഡ്രൈവ്സ് ആസ് വെൽ ആസ് ഹെർ ഫാദർ. അപ്പൊ ഇവിടെ നിങ്ങൾ ചിലപ്പോൾ ചിന്തിച്ചേക്കാം, ഇവിടെ നല്ലതുപോലെ രണ്ടുപേരും ഒരേപോലെ നന്നായി ചെയ്യുന്നു എന്നാണല്ലോ പറഞ്ഞത്, അപ്പൊ ഗുഡ് ഉപയോഗിക്കാൻ പറ്റില്ലേന്ന്. പക്ഷെ ഇവിടെ അങ്ങനെ നമുക്ക് ഷീ ഡ്രൈവ്സ് ആസ് ഗുഡ് ആസ് ഹെർ ഫാദർ എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താണ്? ഗുഡ് എന്ന് പറയുന്നത് ഒരു ആഡ്ജക്റ്റീവ് ആണ്. അത് നമ്മൾ ഉപയോഗിക്കുന്നത് രണ്ടാളുകളെ അല്ലെങ്കിൽ രണ്ട് വസ്തുക്കളെയൊക്കെ കമ്പയർ ചെയ്യാനാണ്. മുൻപ് നമ്മൾ ഹാൻഡ് റൈറ്റിംഗിന്റെ കാര്യം പറഞ്ഞപ്പോൾ ആസ് ഗുഡ് ആസ് പറഞ്ഞില്ലേ? കാരണം അവിടെ നമ്മൾ ഒരു ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്ന ആ ഒരു നൗൺ ഫോം, അതിനെയാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പൊ ആസ് ഗുഡ് ആസ്. പക്ഷെ ഇവിടെ ഡ്രൈവിങ്ങിനെയാണ്, ഡ്രൈവ് ചെയ്യുന്നതിനെയാണ്, ആ ഒരു പ്രവൃത്തിയാണ് നമ്മളവിടെ താരതമ്യം ചെയ്യുന്നത്. അവിടെ ആസ് ഗുഡ് ആസ് എന്ന് പറയാൻ പറ്റില്ല, ആസ് വെൽ ആസ് എന്ന് പറയണം. അതായത് ഗുഡ് എന്ന് പറയുന്ന ആ ഒരു ആഡ്ജക്റ്റീവിന്റെ ആഡ്വേർബ് ആണ്, ആഡ്വേർബ് ഫോം ആണ് വെൽ എന്ന് പറയുന്നത്. ഇപ്പൊ സ്ലോ എന്ന് പറയുന്ന ആഡ്ജക്റ്റീവിന്റെ ആഡ്വേർബിയൽ ആ ഒരു ഫോം എന്ന് പറയുന്നത് സ്ലോലി ആണ്. പക്ഷെ ഇവിടെ ഗുഡ്ലി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഗുഡിന്റെ ആഡ്വേർബ് ഫോം ആയിട്ട് വരുന്നത് ഒരു പുതിയ വാക്കാണ് വെൽ. അതാണ് ഇവിടെ യൂസ് ചെയ്തത് കേട്ടോ. അപ്പൊ എന്താ പറഞ്ഞത്? ഷീ ഡ്രൈവ്സ് ആസ് വെൽ ആസ് ഹെർ ഫാദർ എന്ന് പറഞ്ഞു. ഇനി ഇതെങ്ങനെ പറയും? അവളുടെ ചേച്ചിയെ പോലെ തന്നെ നന്നായി ഇംഗ്ലീഷ് സംസാരിക്കുന്നു. അതെങ്ങനെ പറയും? ഷീ സ്പീക്സ് ഇംഗ്ലീഷ് ആസ് വെൽ ആസ് ഹെർ സിസ്റ്റർ. ചേച്ചിയെ പോലെ തന്നെ നന്നായിട്ട് സംസാരിക്കുന്നു. സ്പീക്ക് ചെയ്യുന്നതാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്, അതുകൊണ്ട് ആസ് വെൽ ആസ് പറയണം. ഷീ സ്പീക്സ് ഇംഗ്ലീഷ് ആസ് വെൽ ആസ് ഹെർ സിസ്റ്റർ. പക്ഷേ ഈ ആസ് വെൽ ആസ് എന്ന് പറയുന്നതിന് വേറൊരു അർത്ഥം കൂടെയുണ്ട്. കൂടാതെ, അതായത് ഇൻ എഡീഷൻ ടു, ഓൾസോ എന്നൊക്കെ ഒരു അർത്ഥത്തിലും നമ്മൾ ഈ ആസ് വെൽ ആസ് ഉപയോഗിക്കും. അതെങ്ങനെ ആണ് വരുന്നത് നമുക്ക് നോക്കാം. ഇപ്പൊ എനിക്ക് പറയണമെന്നിരിക്കട്ടെ, അവള് ഇംഗ്ലീഷ് കൂടാതെ ഹിന്ദിയും സംസാരിക്കും. അവിടെ എന്ത് പറയും? ഷീ സ്പീക്സ് ഇംഗ്ലീഷ് ആസ് വെൽ ആസ് ഹിന്ദി. മനസ്സിലായോ? ഷീ സ്പീക്സ് ഇംഗ്ലീഷ് ആസ് വെൽ ആസ് ഹിന്ദി. അപ്പോ ഇംഗ്ലീഷിലാണ് അവിടെ കൂടുതൽ ഫോക്കസ് ഉള്ളത്, അതിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. കൂടാതെ ഹിന്ദിയും സംസാരിക്കും എന്ന് പറയാണ്. അവിടെയാണ് നമ്മൾ ഈ ആസ് വെൽ ആസ് കൊണ്ടുവരുന്നത്. അപ്പോൾ ചിലപ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കും, ആൻഡ് പോലെ തന്നെയല്ലേ ആസ് വെൽ ആസും എന്ന്. അങ്ങനെയല്ല. ആൻഡ് എന്ന് പറയുമ്പോൾ രണ്ടിനും ഒരേ പ്രാധാന്യമുണ്ട്, ഒരേപോലെ ഇമ്പോർട്ടന്റ് ആണ് രണ്ട് കാര്യങ്ങളും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, ഇംഗ്ലീഷ് സംസാരിക്കും കൂടാതെ ഹിന്ദിയും സംസാരിക്കും, അങ്ങനെയാ പറയുന്നത്. അവിടെ ആസ് വെൽ ആസ് കൊണ്ടുവരണം. അപ്പൊ ആ വ്യത്യാസം നിങ്ങൾ കണ്ടല്ലോ. ഷീ സ്പീക്സ് ഇംഗ്ലീഷ് ആസ് വെൽ ആസ് ഹെർ സിസ്റ്റർ എന്ന് പറയുന്നിടത്ത് കമ്പാരിസൺ ആണ്, ചേച്ചിയെ പോലെ തന്നെ നന്നായി സംസാരിക്കുന്നു എന്ന്. പക്ഷെ ഷീ സ്പീക്സ് ഇംഗ്ലീഷ് ആസ് വെൽ ആസ് ഹിന്ദി എന്ന് പറയുന്നിടത്ത് കമ്പാരിസൺ അല്ല, ഇൻ എഡീഷൻ ടു, ഇതുകൂടെ ഉണ്ട് എന്ന് പറയാണ് നമ്മൾ. ആ വ്യത്യാസം മനസ്സിലാക്കണം കേട്ടോ. അപ്പൊ ഈ ഒരു അർത്ഥത്തിൽ വരുന്ന കുറച്ച് സെന്റൻസസ് കൂടെ നമുക്ക് നോക്കാം. ഞങ്ങള് ടീച്ചേഴ്സിനെ കൂടാതെ സ്റ്റുഡൻസിനെയും ഇൻവൈറ്റ് ചെയ്തു. അതെങ്ങനെ പറയും? വി ഇൻവൈറ്റഡ് ദ ടീച്ചേഴ്സ് ആസ് വെൽ ആസ് ദ സ്റ്റുഡൻസ്. മനസ്സിലായോ? വി ഇൻവൈറ്റഡ് ദ ടീച്ചേഴ്സ് ആസ് വെൽ ആസ് ദ സ്റ്റുഡൻസ്. അപ്പൊ ഇവിടെ ആസ് വെൽ ആസ് എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? കൂടാതെ സ്റ്റുഡൻസിനെയും. അത് ക്ലിയർ ആയല്ലോ. പക്ഷേ ഈ ആസ് വെൽ ആസ് യൂസ് ചെയ്യുമ്പോൾ പലപ്പോഴും ഗ്രാമാറ്റിക്കലി വരാറുള്ള ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അതിനെക്കുറിച്ച് ഞാനിവിടെ ക്ലിയർ ആയിട്ടൊന്ന് പറഞ്ഞേക്കാം, കാരണം അത് വളരെ കോമൺ ആയിട്ടുള്ള ഒരു എററാണ്. ഇപ്പോൾ ഇങ്ങനൊരു സെന്റൻസ് നിങ്ങൾ ഓർത്തു നോക്കൂ. ടീച്ചറും കൂടാതെ കുട്ടികളും
അത്ഭുതപ്പെട്ടു എന്നാ പറയേണ്ടത്. അതെങ്ങനെ പറയും? The teacher as well as the students was surprised എന്നാണ് പറയുക. അപ്പൊ നിങ്ങൾ ഒന്ന് സർപ്രൈസ്ഡ് ആയി കാണും. എന്തുകൊണ്ടാണ് ഇവിടെ വാസ് വന്നത്, വേറല്ലേ വരേണ്ടതെന്ന്. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ആദ്യമേ തന്നെ, ഈ ആസ് വെൽ ആസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞത് ഒരാളുണ്ടല്ലോ, അവർക്കാണ് കൂടുതൽ ഫോക്കസ് ഉള്ളത്. ബാക്കി വരുന്നത് എക്സ്ട്രാ ആണ്. കൂടാതെ എന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ ടീച്ചർ എന്നുള്ളതിന്റെ ആ ഒരു എഗ്രിമെന്റ് ആണ് നമ്മൾ നോക്കേണ്ടത്. ടീച്ചർ ഇസ് സിംഗുലർ, ടീച്ചേഴ്സ് അല്ലല്ലോ, ടീച്ചർ അല്ലേ ഉള്ളൂ. അതുകൊണ്ട് ആസ് വെൽ ആസ് സ്റ്റുഡൻസ് വന്നിട്ടുണ്ടെങ്കിലും അത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. ദ ടീച്ചർ സിംഗുലർ ആയതുകൊണ്ട് വാസ് വന്നാൽ മതി, വേർ വേണ്ട. മനസ്സിലായോ? ദ ടീച്ചർ ആസ് വെൽ ആസ് സ്റ്റുഡൻസ് വാസ് സർപ്രൈസ്ഡ്. ഇതേപോലെ ഞാൻ ഒരെണ്ണം കൂടെ പറയാം. ഡോക്ടർ കൂടാതെ അയാളുടെ അസിസ്റ്റൻസും എത്തിയിട്ടുണ്ട്, വന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയേണ്ടത്. ഞാൻ എന്താ പറയുന്നത് നോക്കൂ. ദ ഡോക്ടർ ആസ് വെൽ ആസ് ഹിസ് അസിസ്റ്റൻസ് ഹാസ് കം. അവിടെ അസിസ്റ്റൻസ് ഉണ്ടെങ്കിലും ഇവിടെ ഹാവ് കം എന്നല്ല ഞാൻ പറഞ്ഞത്. ദ ഡോക്ടർ, അതാണ് ഇവിടെ നമ്മൾ സബ്ജക്റ്റ് ആയിട്ട് കൗണ്ട് ചെയ്യുന്നത്. ദ ഡോക്ടർ ആസ് വെൽ ആസ് ഹിസ് അസിസ്റ്റൻസ് ഹാസ് കം. ഹാസ് മതി, ഹാവ് വേണ്ട. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ എങ്ങനെയാണ് ആസ് വെൽ ആസ് ഉപയോഗിക്കുന്നതെന്ന്. പക്ഷെ നിങ്ങൾ ചിലപ്പോൾ കേട്ട് കാണും ആസ് വെൽ മാത്രം ഉപയോഗിക്കുന്നത്. അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് കൂടെ ഒന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തേക്കാം. ഇപ്പൊ ഞാൻ പറയാണ്, ഞാൻ കോഫി കൂടാതെ കേക്കും കഴിച്ചു. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ ആസ് വെൽ ആസ് ഉപയോഗിക്കണമല്ലോ. എന്താ പറയാ? ഐ ഹാഡ് സം കോഫി ആസ് വെൽ ആസ് കേക്ക് എന്ന് പറയും. ഐ ഹാഡ് സം കോഫി ആസ് വെൽ ആസ് കേക്ക്. പക്ഷെ ഇങ്ങനെ പറയുന്നത് ഓർത്ത് നോക്കിയേ. ഐ ഹാഡ് സം കോഫി, ഞാൻ കാപ്പി കുടിച്ചു. എന്നിട്ട് ഞാൻ പറയണ ഞാൻ കുറച്ച് കേക്കും കഴിച്ചു, കൂടാതെ കേക്കും കഴിച്ചു. അങ്ങനെ അത് മാത്രമായിട്ട് ഞാൻ പറയാണെന്നിരിക്കട്ടെ. അപ്പൊ ഞാൻ പറയും ഐ ഹാഡ് കേക്ക് ആസ് വെൽ. അപ്പൊ ഇവിടെ ആസ് വെൽ എന്നുള്ളത് ആ സെന്റൻസിന്റെ അവസാനമാണ് അവിടെ വരുന്നത്. അങ്ങനെ വരുമ്പോഴാണ് അത് വെച്ച് അങ്ങ് നിന്ന് പോകുന്നത്. മനസ്സിലായോ? ഐ ഹാഡ് സം കേക്ക് ആസ് വെൽ എന്ന് പറയാം. ഇനി വേറൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ജോൺ ഇവിടെ അടുത്തായിട്ടാണ് താമസിക്കുന്നത് എന്ന് ആരോ നിങ്ങളോട് പറയാണ്. ജോൺ ലിവ്സ് നിയർ ബൈ അല്ലെങ്കിൽ ജോൺ ലിവ്സ് നിയർ ഹിയർ എന്ന് പറയാണ്. അത് കേൾക്കുമ്പോൾ നിങ്ങൾ പറയാണ് ഞാനും അങ്ങനെയാണ്, ഞാനും ഇവിടെ തന്നെയാണ് എന്ന് പറയണമെങ്കിൽ ഐ ലിവ് ഹിയർ ആസ് വെൽ എന്ന് പറയാം. മനസ്സിലായോ? ഞാനും ഈ ഭാഗത്ത് തന്നെയാണ് താമസിക്കുന്നതെന്ന്. അപ്പൊ അവിടെ ആസ് വെൽ ആസ് അവിടെ പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മൾ ആ സെന്റൻസിന്റെ അവസാനമാണ് ഇത് പ്ലേസ് ചെയ്യുന്നത്. അപ്പോഴാണ് പറയുന്നത് ഐ ലിവ് ഹിയർ ആസ് വെൽ, അതായത് ഐ ലിവ് ഹിയർ ടു എന്ന അർത്ഥത്തിലാണ് നമ്മൾ ഈ ആസ് വെൽ അവിടെ യൂസ് ചെയ്തത്. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരുപാട് എക്സ്പ്രഷൻസും ഫ്രേസസും എല്ലാം കണ്ടു അല്ലെ? ഇതിനെ ബേസ് ചെയ്താണ് ക്വസ്റ്റ്യൻസ് തരുന്നത്. 4 എണ്ണം ഉണ്ട്. ആദ്യത്തത്, എനിക്ക് ഫിലിം വളരെ ബോറിംഗ് ആയി തോന്നി. തോന്നി എന്നാണ് പറയുന്നത്, പക്ഷെ എങ്ങനെ പറയണമെന്ന് നിങ്ങൾക്ക് പറയാലോ, ആലോചിച്ച് എഴുതണേ. രണ്ടാമത്തത്, എനിക്കറിയാവുന്നിടത്തോളം അയാള് വിദേശത്താണ്. വിദേശത്താണെന്നുള്ളതിന് എബ്രോഡ് എന്നുള്ള വാക്ക് ഉപയോഗിക്കാം കേട്ടോ. എനിക്കറിയാവുന്നിടത്തോളം അയാള് വിദേശത്താണ്. തേർഡ് വൺ, നിങ്ങൾക്ക് കഴിയുന്നത്ര പ്രാക്ടീസ് ചെയ്യൂ. നിങ്ങൾക്ക് സാധിക്കുന്നത്ര പ്രാക്ടീസ് ചെയ്യൂ. നാലാമത്തെ, ശ്രദ്ധിക്കണേ ഇത്, റിയയെ കൂടാതെ അവളുടെ കൂട്ടുകാരും ഇന്ന് വരുന്നുണ്ട്. അപ്പോൾ ആരൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ശ്രദ്ധിക്കൂ. സബ്ജക്റ്റ് ആയിട്ട് എന്താണ് എടുക്കേണ്ടതെന്ന് ആലോചിക്കൂ. കൂടാതെ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ എന്ത് ഫ്രേസ് ഉപയോഗിക്കണം എന്നറിയാലോ. നന്നായിട്ട് ആലോചിച്ച് ആൻസേഴ്സ് കണ്ടുപിടിക്കൂ. എന്നിട്ട് അത് കമന്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യൂ കേട്ടോ. ഞാൻ വെയിറ്റ് ചെയ്യണേ നിങ്ങളുടെ ആൻസേഴ്സിന് വേണ്ടിയിട്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്നാണ് ഞാൻ കരുതുന്നത്, വിശ്വസിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോസ് കണ്ടിട്ട് അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുതേ. അപ്പൊ നമുക്കധികം താമസിയാതെ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ. ബൈ.